ഈ ലോകത്തിൽ ഇപ്പോൾ നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു അത്ഭുതം നടക്കുന്നത്, ഏറ്റവും വലിയ അത്ഭുതം, ഒരു മിറക്കിൾ സംഭവിക്കുന്നത് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അതിൻ്റെ ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ലാബിലല്ല, ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ലാബിലല്ല. അനുദിനം നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെ ബലിപീഠത്തിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു അത്ഭുതവും ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഇനി സംഭവിക്കാനും പോകുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ നേരത്തെ ജോൺ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു അനുഭവമായി മാറുന്നില്ല. പലപ്പോഴും പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് ഒരു ചടങ്ങായി മാത്രം കാണുന്നു. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളെ പോലെ ഒരു ചടങ്ങായിട്ട് മാത്രം കാണുന്നു. അതല്ല, അതായത് സഭയുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. നമുക്ക് CCCയിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. 1324 ഖണ്ഡികയിൽ കൃത്യമായി പറയുന്നുണ്ട്, ദ യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിൻ്റെ ഉറവിടവും അതിൻ്റെ ഉച്ചകോടിയും എന്ന് പറയുന്നത് ഈ പറയുന്ന ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദ ചർച്ച് ലീവ്സ് ഫ്രം ദി യൂക്കറിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് സഭ ജീവിക്കുന്നത്, അതിൻ്റെ ആ ജീവരസം സ്വീകരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പം നാളെ നമ്മളിങ്ങനെ ഒരു വാർത്ത കേൾക്കുകയാണ്, തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജനായിട്ട് നാളെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. നമ്മൾ വലിയ ബ്രേക്കിംഗ് ന്യൂസൊക്കെ കൊടുക്കുന്നു, വലിയ ആരവങ്ങളുണ്ടാകുന്നു, വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജനലക്ഷങ്ങൾ അല്ല, ജനകോടികളായിരിക്കും തൃശ്ശൂർ പട്ടണത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. കാരണം രാജാതിരാജനായിട്ടുള്ള കർത്താവ് അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇങ്ങ് വരാൻ പോവുകയാണ്. സമാനമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഓരോ ദിവസവും നമ്മുടെ ഇടവക ദേവാലയത്തിൽ സംഭവിക്കുന്നത്.